ഏവർക്കും ഒരിക്കൽ കൂടെ ബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണേ. മുടി കൊഴിച്ചൽ സാധാരണമാണ്, പക്ഷെ ഇങ്ങനെ കൊഴിയുകയാണെങ്കിൽ നമ്മൾ അതിനെ ഭയക്കണം. മുടി കൊഴിച്ചൽ പലപ്പോഴും സാധാരണമായ ഒന്നാണ്, എന്നാൽ പലപ്പോഴും അതിനെ എപ്രകാരം കൈകാര്യം ചെയ്യണം എന്നതാണ് മുടി കൊഴിച്ചലിനെ കുറയ്ക്കുന്നതും കൂട്ടുന്നതും. ദിവസവും കൊഴിയുന്ന മുടി നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പോലും ഇല്ലാതാക്കുന്നു. ഓരോ ദിവസവും ഇത് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത് പലപ്പോഴും നിങ്ങളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ മുടികൊഴിച്ചിൽ എപ്പോഴും ആഴത്തിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ ചില ആരോഗ്യപരമായ കാരണങ്ങൾ കൂടിയുണ്ട്. ഇത്തരം കാരണങ്ങളിൽ ഹോർമോൺ അസന്തുലിതാവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും മുടിയുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്നത് വഴി ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ കൂടിയാണ് ഇല്ലാതാക്കുന്നത് എന്നാണ് മറ്റൊരു സത്യം. മുടിയുടെ വളർച്ചയിൽ ഹോർമോൺ പലപ്പോഴും വളരെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നു. എന്നാൽ ഇത് അമിതമായി കൊഴിയുന്നതിന് പിന്നെ ചില കാരണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്നും എന്താണ് കാരണമെന്നും നമുക്ക് നോക്കാം. അതിനായി പോകാം വീഡിയോയിലേക്ക്. ഹോർമോൺ മുടിയെ സ്വാധീനിക്കുന്നത്. ഹോർമോൺ എപ്രകാരമാണ് മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പലപ്പോഴും നിരവധി ഹോർമോണുകൾ മുടിയുടെ ആരോഗ്യത്തെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് പലപ്പോഴും നിങ്ങളുടെ മുടിയിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ആൻഡ്രോജൻസ് ഹോർമോൺ, അതായത് പുരുഷ ഹോർമോൺ അമിത ഉൽപാദനമാണ് പലപ്പോഴും സ്ത്രീകളിലും പുരുഷന്മാരിലും കഷണ്ടിയിലേക്ക് നയിക്കുന്നത്. തൈറോയ്ഡ് ഹോർമോണുകൾ. ചിലരിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകൾ പല വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിൽ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം എന്നിവയെല്ലാം തന്നെ മുടി വളർച്ചയെ തടസ്സപ്പെടുത്തുകയും മുടികൊഴിച്ചിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഗർഭകാലത്തും ആർത്തവ വിരാമത്തിന് ശേഷവും ആർത്തവ സമയത്തും പ്രസവശേഷവും എല്ലാം താൽക്കാലികമായോ അല്ലെങ്കിൽ സ്ഥിരമായോ ഉള്ള മുടികൊഴിച്ചിലേക്ക് നയിക്കുന്നു. ഗർഭകാലവും പ്രസവശേഷവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയം സ്ത്രീകളിൽ മുടികൊഴിച്ചിലിനും മുടി വളർച്ചയിലും എത്തുന്നു. ഗർഭിണികളിലും പ്രസവ വിരാമത്തോട് അടുക്കുന്നവരിലും പലപ്പോഴും ഈസ്ട്രോജന്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. ഇത് പലപ്പോഴും മുടികൊഴിച്ചിൽ വർദ്ധിപ്പിക്കുന്നു. കൂടാതെ പ്രസവാനന്തരമായ സ്ത്രീകളിൽ ഈസ്ട്രോജന്റെ അളവ് കുറയുന്നതിന്റെ ഫലമായി പെട്ടെന്ന് ഗണ്യമായ മുടികൊഴിച്ചിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പുരുഷന്മാരിൽ പലപ്പോഴും തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുടികൊഴിച്ചിലിന് അതിഭീകരമായ കഷണ്ടിയിലേക്കും എത്തുന്നു. ഹോർമോൺ കാരണമാണോ മുടികൊഴിച്ചിൽ? ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണോ മുടികൊഴിച്ചിലിന് പിന്നിൽ എന്ന് എപ്രകാരം തിരിച്ചറിയാം എന്നതാണ് ആദ്യത്തെ കാര്യം. അതിനായി നിങ്ങളുടെ മുടികൊഴിച്ചിൽ പെട്ടെന്നുള്ളതോ അല്ലെങ്കിൽ കൂടുതൽ മുടി കൊഴിയുന്നതോ ആയ അവസ്ഥയാണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം. ഇതുകൂടാതെ മുടികൊഴിച്ചിലിനോടൊപ്പം തന്നെ ശരീരഭാരത്തിൽ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകും. കൂടാതെ ആർത്തവ ചക്രം ക്രമരഹിതമായും ഉണ്ടാവുന്നു. ഇതെല്ലാം ഹോർമോൺ അസന്തുലിതാവസ്ഥയുണ്ട് എന്നതാണ് സത്യം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? നിങ്ങളിൽ അതികഠിനമായ രീതിയിൽ മുടികൊഴിച്ചിലും മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങളും കാണപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുന്നതിന് ശ്രദ്ധിക്കണം. കൂടാതെ രക്തപരിശോധന നടത്തുന്നതിലും ശ്രദ്ധിക്കണം. കൂടാതെ തലയോട്ടി വിശകലനം നടത്തുന്നതിനും ശ്രദ്ധിക്കണം. ഇതുകൂടാതെ ജീവിതശൈലിയിലെ മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുവാൻ. ആഹാരം, എക്സസൈസ് എന്നിവയെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് മുടികൊഴിച്ചിൽ എന്ന പ്രതിസന്ധിയിൽ നിന്നും പരിഹാരം കാണുന്നതിന് സഹായിക്കും. കൂടാതെ മതിയായ ഉറക്കവും അനിവാര്യമാണ്. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.